സ്നേഹമുള്ളവരെ, നയിക്കുന്നവരാണല്ലോ നേതാക്കന്മാർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് തൻ്റെ കൂടെയുള്ളവർക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യം കാണിച്ചു കൊടുക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇതിന് പ്രതീകമായിട്ടാണ് നേതാക്കന്മാർ പലവിധ യാത്രകൾ നടത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കും കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്കുമൊക്കെ ധാരാളം യാത്രകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അഭ്യുന്ന പിതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള തീർത്ഥാടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയും അവർക്ക് അവരുടെ അണികളെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെന്ന് അണികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതീകാത്മകമായിട്ടുള്ള യാത്രകൾ. ഇന്നത്തെ സുവിശേഷം യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആവേശോജ്വലകമായിട്ടുള്ള യാത്രയാണ്. അവിടുന്ന് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നതും അതിൻ്റെ മുക്കാൽ പങ്കും നിർവഹിക്കുന്നതും ഗലീലയിലാണ്. ഗലീലയിൽ നിന്ന് അവിടുന്ന് ജെറൂസലേമിലേക്കൊരു യാത്ര. അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായി ആളുകൾ അവനിൽ വിശ്വാസം അർപ്പിച്ചു. അവൻ്റെ കൂടെ അവർ കൂടുന്നുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പേരിൽ ആരംഭിച്ച് പിന്നീട് നൂറുകണക്കിന് ആളുകളായി, പിന്നീട് ജെറുക്കോയിലൊക്കെ എത്തുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകളായി, പിന്നീട് അവസാന ഞായറാഴ്ച രാവിലെ ആവുമ്പോഴേക്കും ഒരുപാട് ആളുകൾ, വലിയ ജനക്കൂട്ടം അവനെ പിന്തുടർന്നു. അവരങ്ങനെ പിന്തുടരാനുള്ള കാരണം അവരനുഭവിച്ചിരുന്ന അടിമത്വത്തിൻ്റെ ആഴം തന്നെയായിരുന്നു. അതുമാത്രവുമല്ല, ഇവൻ്റെ വ്യക്തിപ്രഭാവം കണ്ടിട്ട് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ഇവനിൽ പൂർത്തിയാക്കപ്പെടും, ഇവൻ തങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. രക്ഷിക്കാനിരിക്കുന്ന ഒരു രാജാവിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 48-49 അധ്യായങ്ങളിലാണ്. അവിടെ യാക്കോബിൻ്റെ അവസാന നാളുകൾ യൂദയ എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട മകന് യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി 49 അധ്യായം. യൂദയായിൽ നിന്ന് ചെങ്കോലൊഴിയുകയില്ല, അവൻ്റെ സന്തതികളെ ജനങ്ങൾ വണങ്ങി നിൽക്കും, അവൻ്റെ സന്തതികൾ ലോകത്തെ ഭരിക്കും. കഴുതയെ മുന്തിരിച്ചെടിയിലും കഴുതക്കുട്ടികളെ അതിൻ്റെ ശിഖരങ്ങളിലും കെട്ടിയിടും. യോദയ എന്ന് പറയുന്ന മകനിൽ നിന്നാണ് പിന്നീട് രാജ്യത്വം ഉത്ഭവിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 10-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. 11-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ ജെസയുടെ കുറ്റിയിൽ നിന്ന് ഒരു ശാഖ കിളിർക്കും. അത് മഹത്തായിട്ടുള്ള രാജാവിനെ പറ്റിയിട്ടാണ്. അത് കൂടുതൽ വ്യക്തമായിട്ട് വരുന്നത് സാമുവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. നിൻ്റെ മകൻ, അവൻ്റെ രാജകീയ സിംഹാസനം സുസ്ഥിരമാക്കപ്പെടും, ഞാൻ അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിർത്തും, അവൻ എനിക്ക് പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. അവിടെയാണ് കർത്താവ് തന്നെ ദാവീദിൻ്റെ പുത്രനെ തൻ്റെ തന്നെ മകനായിട്ട് കാണുന്നത്. അവിടെയാണ് യേശുവിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്രവചനം ഒരുപക്ഷെ അതാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്ന സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 9-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ, സിയോൻ പുത്രി വിനയാന്വിതനായി ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കലേക്ക് വരുന്നു, നീ ആഹ്ലാദിക്കുക, നീ സന്തോഷിക്കുക. ഒരു കഴുതക്കുട്ടിയുടെ പുറത്താണ് അവൻ എഴുന്നള്ളുന്നത്. ഈ പ്രവചനങ്ങളെല്ലാം യേശുവിൻ്റെ ജെറൂസലേമിലുള്ള ദേവാലയത്തിലേക്കുള്ള അവസാന ഞായറാഴ്ചത്തെ യാത്രയിൽ പൂർത്തിയാകുന്നുണ്ട്. ഇങ്ങനെ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം, തങ്ങളെ രക്ഷിക്കാനുള്ളവൻ അവനാണ് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നത് കൊണ്ടാണ്
അവനെ വരവേൽക്കാൻ വേണ്ടി അവരെല്ലാവരും അവിടെ ഒത്തുകൂടുന്നത്, അവൻ പോകുന്ന വഴിയോരങ്ങളിൽ അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചിടുന്നത്, അവർ കൈകളിൽ വിജയത്തിൻ്റെതായിട്ടുള്ള ഒലിവ് ചില്ലകൾ അവർ കയ്യിൽ പിടിക്കുന്നതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പനയോലകളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിൽ പച്ചയും മഞ്ഞയും നിറഞ്ഞ നിറമുള്ള കുരുത്തോലകൾ നമ്മൾ കയ്യിൽ പിടിക്കുന്നത്. അവനിതാ രാജാവായിട്ട് എഴുന്നള്ളുന്നു, അവൻ്റെ രാജ്യം എന്ന് നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ അവൻ്റെ പ്രചോദനമായിട്ടുള്ള നമുക്ക് അവനിൽ വിശ്വസിക്കാം. ഇസ്രായേൽക്കാരിങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള കാരണം അവനിൽ പഴയ നിയമ പ്രവചനങ്ങൾ പൂർത്തിയായി എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ അവരനുഭവിച്ചിരുന്ന അത്രമാത്രം വലിയ അടിമത്വം ഉണ്ടായിരുന്നു. ഒന്നാമത് രാഷ്ട്രീയമായിട്ടുള്ള അടിമത്വം. അവരൊരു ജനതയായിട്ട് രൂപപ്പെടുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ചാണ്. പിന്നീട് കാനാൻ ദേശത്തെത്തി കുറച്ച് നാളുകൾ മാത്രം, ഒരു 3 നൂറ്റാണ്ടുകൾ മാത്രമാണ് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. ബാബിലോണക്കാരായിട്ടും അസീറിയക്കാരായിട്ടും പേർഷ്യക്കാരായിട്ടും ഗ്രീക്കുകാരായിട്ടും അവസാനം റോമാക്കാരായിട്ടും അവരെ അടിമകളായിട്ട് ഭരിച്ചു. ഒരടിമത്തം അവസാനിക്കുമ്പോൾ അടുത്ത ആളുകൾ അവരെ അടിമകളാക്കുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്നുള്ള വലിയ അഭിവാഞ്ചിയിൽ നിന്നാണ് അവനിൽ അവർ രക്ഷകനെ കണ്ടെത്തുന്നത്. അവരനുഭവിച്ച മറ്റൊരു വലിയ അടിമത്വം മതത്തിൻ്റെ അടിമത്വമായിരുന്നു. ഈ അടിമത്വം കൊണ്ട് ഫലമുണ്ടാക്കിയിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവരാണ് യേശു ഫരിസേയരും നിയമജ്ഞരും പുരോഹിത പ്രമുഖരുമായിട്ടുള്ളവരെ നിശിതമായിട്ട് ഈശോ വിമർശിക്കുന്നത്. ദൈവം കൊടുത്ത 10 കൽപ്പനകൾ ജനങ്ങളുടെ മുകളിൽ വലിയ അടിമത്വമായിട്ട് മാറത്തക്ക തരത്തിൽ 613 നിയമങ്ങളായി അവർക്ക് നൽകുകയും നോക്കിയാലും ചെയ്താലും നടന്നാലും എന്ത് കാണിച്ചാലും അതിലൊക്കെ തെറ്റ് കണ്ടെത്താവുന്ന തരത്തിൽ ഇവരെ മതം അടിമയാക്കി വെച്ചിരുന്നു. ഈ അടിമത്വത്തിൻ്റെയൊക്കെ മുഖം പൊട്ടിച്ചിറയുകയാണ് യഥാർത്ഥമായിട്ടുള്ള ഉപവാസമെന്ന് നമ്മൾ ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ മതപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അടിമകളായിട്ടുള്ളവർ യേശുവിൽ രക്ഷകനെ കണ്ടെത്തി. യേശുവിൻ്റെ കയ്യിൽ പടയാളികളുടേതായിട്ടുള്ള ആയുധങ്ങളുണ്ടായിരുന്നില്ല, പടച്ചട്ടകളോ വസ്ത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ റോമാക്കാരെ കീഴടക്കി ഭരിക്കാനോ മത നേതൃത്വത്തിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ പറ്റുന്നതായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവൻ്റെ വ്യക്തിപ്രഭാവത്തിലാണ് അവരാശ്രയിച്ചത്. മരിച്ചവരെ ഒറ്റ വാക്കിൽ ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ യുദ്ധത്തിന് പോകാൻ എന്തിനാ മടിക്കുന്നത്? ഒറ്റ വാക്കിൽ മരണമടഞ്ഞു പോകുന്ന എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു വിടാം. ഒറ്റ വാക്കുകൊണ്ട് തന്നെ 5000കണക്കിന് 10000കണക്കിന് ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തിനു പിന്നെ യുദ്ധത്തിന് പോകുമ്പോൾ ആഹാരം കയ്യിൽ കരുതണം? അവനുണ്ടെങ്കിൽ അത് മതി. അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ഈ ഓശാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും ഇതേപോലെ ഒറ്റപ്പെട്ടു പോകുന്നവർ, അടിമത്തത്തിലായിട്ടുള്ളവരൊക്കെ ഒരു ജനത എന്നുള്ള തരത്തിൽ ഇന്ന് കേരളത്തിൽ ഇത്രമാത്രം അടിമത്വം അനുഭവിക്കുന്ന, രാഷ്ട്രീയ അടിമത്വം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകില്ല. ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ല എന്ന് പറഞ്ഞ ഒരു പുരോഹിതനെ പള്ളിമുറ്റത്ത് വെച്ചൊരു ഉന്നത രാഷ്ട്രീയ നേതാവ് വല്ലാതെ ഭർസിക്കുന്നതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. മുൻപം പ്രശ്നം വരുന്ന സമയത്ത് ഈ നിയമം കൊണ്ട് മുനമ്പങ്ങാർക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല, അവർക്കിതിൻ്റെ ഫലമുണ്ടാകില്ല, അതിൽ മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പോഴും മുനമ്പത്ത് സമരം ചെയ്യുന്നവരെയും ക്രൈസ്തവരെ പൊതുവെയും ആക്ഷേപിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, 2 രാത്രിയിൽ പാർലമെൻറ്റിൻ്റെ 2 സഭകളായിട്ട് നടന്ന ഈ ചർച്ചകളിൽ ഈ നേതാക്കന്മാരൊന്നും ഒരാൾ പോലും മുനമ്പൻകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നിയമത്തിന് വേണ്ട വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കണമെന്ന് പറയാതിരുന്നത് എന്തുകൊണ്ട്? എന്നിട്ടാണ് അവർ പറയുന്നത് മുനമ്പൻകാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പുകളില്ല എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായിട്ട് നമ്മളെ അടിമത്തത്തിൽ കൊണ്ടുവന്നിരിക്കുക. അതിന് കാരണം നമ്മൾ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായതുകൊണ്ടാവും. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നാളെയുടെ ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ ഭൂമികയിൽ നമുക്ക് സ്ഥാനം ഉണ്ടാകില്ല. സാമൂഹികമായിട്ടും അതേപോലെ വലിയ അടിമത്വവും അസ്ഥിരതയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദന്തസിംഹാസനം എന്നുള്ള പുസ്തകത്തിൽ മനു എസ് പിള്ള പറയുന്നത് പ്രകാരം
കേരളത്തിലെ തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക അടിത്തറയിട്ടത് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളായിരുന്നു. തോട്ടങ്ങൾ ബ്രിട്ടീഷുകാർ വെച്ച് പിടിപ്പിക്കുന്നതിന് മുൻപേ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചത്, കൃഷിസ്ഥലങ്ങൾ ശരിയാക്കിയത്, സാമ്പത്തിക അടിത്തറ കൊടുത്തത്, കച്ചവടത്തിലൂടെ ഈ രാജ്യത്തിന് പുരോഗതി കൊടുത്തതൊക്കെ അന്ന് തുടങ്ങിയതാണ് നമ്മൾ. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു. ആംഗ്ലിക്കൻ മിഷണറിമാർ ഇവിടെ ഒരുപാട് സ്കൂളുകൾ പണിതു. കത്തോലിക്ക സഭ പിന്നീട് അതിലേക്ക് കയറി വന്നു. ആതുരാലയങ്ങൾ, അനാഥശാലകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, മനുഷ്യന് ഉപകാരപ്രദമായിട്ട് എന്തെങ്കിലും വേണോ അതെല്ലാം ഇവിടെ പടുത്തുയർത്തുന്നതിൽ മുന്നിൽ നിന്നത് ക്രൈസ്തവരാണ്. ഇന്നും ആ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ സ്ഥാപനങ്ങൾ വേണം, അതിൻ്റെ സേവനങ്ങൾ വേണം, ക്രൈസ്തവ മിഷണറിമാരുടെ, വൈദികരുടെ, സന്യസ്തരുടെയൊക്കെ സേവനങ്ങൾ വേണം. പക്ഷേ അവരെ വേണ്ട. അവരെന്ത് ചെയ്താലും കുറ്റം, അവരെന്ത് പറഞ്ഞാലും കുറ്റം. അങ്ങനെ ഒറ്റപ്പെടുത്താൻ, സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു ശ്രമം. ഇതിൻ്റെ എതിരെയാണ് ഈ ഓശാന ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടത്. മാത്രമല്ല, നമ്മൾ ഈ ഓശാന ഞായറാഴ്ചത്തെ യാത്ര നടത്തുമ്പോൾ കയ്യിൽ കുരുത്തോലയുമായിട്ട് ദാവീദിൻ്റെ പുത്രൻ ഓശാന, ഓശാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്ന് നമ്മൾ നിലവിളിയുടെ ഈണത്തിൽ ഇത് നമ്മൾ പാടി പ്രാർത്ഥിച്ച് പോകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കേണ്ടത് കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനമാണ്. വ്യക്തിപരമായിട്ടുള്ള ഒരു രക്ഷ. ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ, ഒറ്റപ്പെടുത്തപ്പെടുന്ന വികാരങ്ങൾ അനുഭവിക്കുന്നവർ, ചെയ്യുന്നതൊന്നും ശരിയാവാത്ത തരത്തിലുള്ള മാനസിക വ്യഥകൾ അനുഭവിക്കുന്നവർ, നല്ല ഉദ്ദേശത്തോടുകൂടെ ചെയ്തു പക്ഷേ അതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നവർ, ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായിട്ട് മാറ്റപ്പെട്ട് അവസാനം മനസ്സമാധാനമില്ലാതെ ആകുന്നവർ, ഇങ്ങനെ ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരേണ്ട നിലവിളി കർത്താവ് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ഒരു ജനത എന്നുള്ള തരത്തിൽ ഒരുമിച്ച് നിൽക്കുകയും വ്യക്തിപരമായിട്ട് അവൻ്റെ വ്യക്തിപ്രഭാവത്തിൽ അഭയം തേടുകയും, നിൻ്റെ കയ്യിൽ രാജാവിൻ്റേതായിട്ടുള്ളതൊന്നുമില്ല, കുതിരപ്പുറത്തുമല്ല കഴുതപ്പുറത്ത് എഴുതുന്ന നിന്നിൽ, നിൻ്റെ വ്യക്തിപ്രഭാവത്തിൽ മരിച്ചവരെ ഉയർപ്പിച്ച, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത, രോഗികളെ ആശ്വസിപ്പിച്ച, ഒന്നുമില്ലാത്തവരെ കൂടെ നിർത്തിയ നീയാണ് എൻ്റെ രാജാവ് എന്ന് ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വെളിയും നിയോഗവുമാണ് ഈ ഓശാന ഞായറാഴ്ച നമ്മുടെ മുൻപിൽ കരഗതമായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഓശാന വിളികൾ ഉയരട്ടെ. യേശു പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ സ്തുതി ഒരുക്കുക എന്ന് പറയുന്നത് പോലെ നമുക്കെല്ലാം മറന്ന് നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളെ പോലെ ദാവീദിൻ്റെ പുത്രൻ ഓശാന എന്നുള്ള ഗീതം നമുക്ക് ആലപിക്കാം. ഈ ഓശാന ഞായറാഴ്ച രക്ഷകനായിട്ടുള്ളവൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തട്ടെ, നമ്മളെ ഒരു ജനത എന്നുള്ള തരത്തിൽ വ്യക്തിപരമായിട്ട് ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.